രാജ്യം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം 3 മണിക്ക് നടക്കും. വിവിധ ഘട്ടങ്ങളായി രാജ്യത്തെ 543 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. വിശദാംശങ്ങളുമായി നിതിൻ പ്രഭാകരൻ ചേരുന്നു. നിതിൻ, രാജ്യം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് 543 മണ്ഡലങ്ങളിൽ ഏതൊക്കെ ഘട്ടങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുമെന്ന്. കേരളത്തെ സംബന്ധിച്ചാണെങ്കിൽ തീയതി അറിയാനുള്ള ഒരു ആകാംക്ഷ രാഷ്ട്രീയ വൃത്തങ്ങളിലും പൊതുസമൂഹത്തിലും എല്ലാം പ്രകടമാണ്. 3 മണിക്ക് വാർത്താ സമ്മേളനം ആരംഭിക്കും. എന്തൊക്കെയാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ? ലിബീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് മഹോത്സവത്തിന് കൊടിയേറാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. മിനിറ്റുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. 3 മണിയോടുകൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം ദില്ലിയിൽ നടക്കും എന്നാണ് നമ്മെ അറിയിച്ചിരിക്കുന്നത്. വലിയ പ്രതീക്ഷയോടുകൂടിയാണ് രാഷ്ട്രീയ പാർട്ടികൾ 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിനായി കാത്തിരിക്കുന്നത്. നിലവിൽ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന NDA മുന്നണി, അതോടൊപ്പം തന്നെ പ്രധാന പ്രതിപക്ഷമായ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണിയും തമ്മിലാണ് രാജ്യത്ത് പ്രധാന മത്സരം നടക്കുക. എത്ര ഘട്ടങ്ങളിലായിട്ട് ഈ തെരഞ്ഞെടുപ്പ് നടക്കുക എന്ന കാര്യത്തിലെല്ലാം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു 3 മണിയോടുകൂടി ഒരു വ്യക്തത വരുത്തും. ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം 4 സംസ്ഥാനങ്ങളിലേക്കുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. സിക്കിം, അരുണാചൽ പ്രദേശ്, ആന്ധ്രാപ്രദേശ്, ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പും ഇതിനൊപ്പം നടക്കും. അതോടൊപ്പം തന്നെ സസ്പെൻസായി നിൽക്കുന്നത് ജമ്മു കാശ്മീരിലെ തെരഞ്ഞെടുപ്പിന്റെ കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു അന്തിമ തീരുമാനം എടുക്കുമോ എന്ന കാര്യം അല്പസമയത്തിനകം തന്നെ അറിയാൻ സാധിക്കും. എന്തായാലും രാജ്യം അതിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലേക്ക് കടക്കാൻ പോകുന്നു എന്നതാണ് വോട്ടർമാരെ സംബന്ധിച്ചിടത്തോളം, രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത്. 96.88 കോടി വോട്ടർമാരാണ് ഇത്തവണ വിധി എഴുതാനുള്ളത്. ഇതിൽ തന്നെ 2.63 പുതിയ വോട്ടർമാരുണ്ട്. ഇതിൽ 1.22 കോടി പുരുഷ വോട്ടർമാരും 1.41 കോടി വനിതാ വോട്ടർമാരും ആണ് ഇത്തവണ പുതുതായി പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത്. എന്തായാലും രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നൊരുക്കങ്ങൾ ഇതിനകം പൂർത്തീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. രാജ്യത്തെമ്പാടും രാജ്യത്തെ പ്രധാന ലോക്സഭാ മണ്ഡലങ്ങളിലെല്ലാം തന്നെ പ്രധാന രാഷ്ട്രീയ പാർട്ടികൾ ഇതിനകം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കേരളത്തിലേക്ക് കടന്നു വരികയാണെങ്കിൽ കേരളത്തിലെ 20 മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെ ഇതിനകം ഇടതു വലതു മുന്നണികൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കേവലം കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ 2 മണ്ഡലങ്ങളിൽ മാത്രമാണ് ഒരു ത്രികോണ മത്സരത്തിൻ്റെ പ്രതീതി സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരു മത്സരം കാഴ്ചവെക്കുന്നത്. അതായത് തൃശ്ശൂരും സംസ്ഥാന തലസ്ഥാനമായ തിരുവനന്തപുരത്തും BJP കൂടി ചിത്രത്തിലുണ്ട്. ബാക്കി 18 മണ്ഡലങ്ങളിലും LDFും UDFും തമ്മിൽ നേർക്കുനേർ പോരാട്ടമാണ് നടക്കുന്നത്. കഴിഞ്ഞ തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 17 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 19 സീറ്റുമായി UDF ഇടതുമുന്നണിയെ തകർത്തെറിഞ്ഞിരുന്നു. ഇത്തവണയും സമാനമായ വിജയം ആവർത്തിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് UDF ക്യാമ്പുള്ളതെങ്കിൽ കഴിഞ്ഞ തവണത്തെ ക്ഷീണം മാറ്റാനുള്ള പ്രവർത്തനങ്ങളുമായി ഇടതുമുന്നണി മുന്നോട്ട് പോകുന്നു. മറുഭാഗത്ത് NDA ക്യാമ്പ് ഇത്തവണ സംസ്ഥാനത്ത് ആദ്യമായി അക്കൗണ്ട് തുറക്കാനുള്ള ഒരു ശ്രമങ്ങളാണ് നടത്തുന്നത്. ഇതിൻ്റെ ഭാഗമായി ദേശീയ നേതാക്കൾ ഉൾപ്പെടെയുള്ളവരെ ഇതിനകം തന്നെ സംസ്ഥാനത്തെത്തിച്ച് പ്രചരണ പ്രവർത്തനങ്ങൾക്ക് NDA നേതൃത്വം നൽകി. മറ്റ് 2 മുന്നണികളുമായി താരതമ്യം ചെയ്യുമ്പോൾ NDA ഒരു പടി കൂടി മുന്നോട്ട് പോയി എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയും. കാരണം കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പത്തനംതിട്ടയിൽ NDA സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ടഭ്യർത്ഥിക്കാൻ എത്തിയിരുന്നു. ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം കൂടുതൽ ദേശീയ നേതാക്കന്മാർ കളം നിറയുമെന്ന കാര്യത്തിൽ തർക്കമില്ല. എന്തായാലും വളരെ വലിയ പ്രതീക്ഷയാണ് കോൺഗ്രസിനുള്ളത്. കഴിഞ്ഞ 10 വർഷമായി രണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും NDA മുന്നണി രാജ്യത്ത് വലിയ വിജയമാണ് നേടിയത്. പ്രതിപക്ഷമില്ലാതെ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിനെ തെരഞ്ഞെടുക്കാൻ പോലും കഴിയാത്ത രൂപത്തിൽ, പ്രതിപക്ഷത്തിന് കൃത്യമായ ഭൂരിപക്ഷമില്ലാത്ത ഇല്ലാത്ത രൂപത്തിലായിരുന്നു NDAയുടെ വിജയം. എന്നാൽ ഇത്തവണ അതിനെല്ലാം മാറ്റം വരെ അത്ഭുതങ്ങൾ കാട്ടാൻ കഴിയുമെന്ന ശുഭപ്രതീക്ഷയാണ് ഇന്ത്യ മുന്നണി ക്യാമ്പ് പങ്കുവെക്കുന്നതെങ്കിൽ 400 സീറ്റുമായി അധികാരത്തിൽ വരുമെന്ന ആത്മവിശ്വാസമാണ് BJP ക്യാമ്പ് പങ്കുവെക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് തന്നെയാണ് BJP ഇത്തവണയും തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതെങ്കിൽ രാഹുൽ ഗാന്ധിയെ ഉയർത്തിക്കാട്ടിയാണ് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. പ്രധാനമായും ഈ തെരഞ്ഞെടുപ്പിനകത്ത് പല വിഷയങ്ങളും ചർച്ചയാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ, രാമക്ഷേത്ര പുനർനിർമ്മാണം, അതോടൊപ്പം തന്നെ ഏറ്റവും അവസാനം പുറത്തു വന്ന പൗരത്വ ഭേദഗതി ബില്ല്, ഇലക്ട്രൽ ബോണ്ട് വിവാദ വിഷയങ്ങൾ തുടങ്ങിയവയെല്ലാം തന്നെ രാജ്യത്തെ തെരഞ്ഞെടുപ്പിനെ ചൂടുപിടിപ്പിക്കും. മറുഭാഗത്ത് കോൺഗ്രസ് 2 ജോഡോ യാത്ര രാഹുൽ ഗാന്ധി ഇതിനകം പൂർത്തീകരിച്ചു കഴിഞ്ഞു. കാശ്മീർ മുതൽ കന്യാകുമാരി വരെ രാഹുൽ ഗാന്ധി നടത്തിയ കാൽനട യാത്ര വോട്ടർമാർക്കിടയിൽ വലിയ സ്വാധീനം സൃഷ്ടിച്ചിരുന്നു. അതോടൊപ്പം തന്നെ രണ്ടാമത് രാഹുൽ ഗാന്ധിയുടെ ന്യായ് ജോഡോ യാത്രയ്ക്ക് ഇന്ന് പരിസമാപ്തി
കുറിക്കുകയാണ്. ഇത്തരത്തിൽ വിപുലമായ ഒരുക്കങ്ങളുമായാണ് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. എന്നാൽ 400+ സീറ്റുമായി അധികാരത്തിൽ ഏറുമെന്ന ശുഭാപ്തി വിശ്വാസമാണ് BJP ക്യാമ്പ് പങ്കുവെക്കുന്നത്. ഇന്ത്യൻ തെരഞ്ഞെടുപ്പിൻ്റെ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ മഹോത്സവത്തിനാണ് അല്പസമയത്തിനകം കൊടിയേറാൻ പോകുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രഖ്യാപനം, അതോടൊപ്പം തന്നെ 4 നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ തീയതി പ്രഖ്യാപനം, കൂടാതെ കാശ്മീരിൽ എന്ത് നടക്കും, കാശ്മീരിലെ തെരഞ്ഞെടുപ്പ് കൂടി ഇതിനൊപ്പം നടക്കുമോ എന്ന കാര്യത്തിൽ കൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു അന്തിമ തീരുമാനം ഇന്ന് കൈക്കൊള്ളും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ലിബീഷ്, ഞാൻ തിരിച്ചെത്താം. ഇപ്പോൾ ഞങ്ങളുടെ സ്പെഷ്യൽ കറസ്പോണ്ടന്റ് ഡി ബിനോയ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ബിനോയ്, രാഷ്ട്രീയ കേരളം ആകാംക്ഷയോടെ തീയതിയിലേക്കാണ് കാത്തിരിക്കുന്നത്. നേരത്തെ തന്നെ 3 മുന്നണികളും പ്രചരണ രംഗത്ത് സജീവമാണ്. ഇന്നലെ പ്രധാനമന്ത്രി കേരളത്തിലെത്തി. NDAക്ക് വലിയ പ്രതീക്ഷ അവരുടെ A ക്ലാസ് മണ്ഡലങ്ങളായ തിരുവനന്തപുരം, തൃശ്ശൂർ, പാലക്കാട്, ഒപ്പം തന്നെ ആറ്റിങ്ങൽ അടക്കമുള്ള മണ്ഡലങ്ങളിൽ വലിയ പ്രതീക്ഷ അവർ വെച്ചു പുലർത്തുന്നു. എന്നാൽ UDFനെ സംബന്ധിച്ചാണെങ്കിൽ അവർ ഇതിനെ വലിയൊരു അഭിമാന പ്രശ്നമായി കണ്ടുകൊണ്ട് KC വേണുഗോപാലിനെയും രാഹുൽ ഗാന്ധിയെയും അടക്കം രംഗത്തിറക്കിക്കൊണ്ടുള്ള ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനമാണ് UDFിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. LDFനെ സംബന്ധിച്ചാണെങ്കിൽ കഴിഞ്ഞ തവണത്തെ ആ ഒരു സീറ്റ്, ഒരു കനൽ എന്നുള്ളത് വീണ്ടും ഊതി കത്തിക്കേണ്ടിയിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് രാഷ്ട്രീയ കേരളം ഈ തെരഞ്ഞെടുപ്പിനെ, ഈ തീയതിയിലേക്ക് ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്? ലബീഷ്, നമുക്കൊരു കാര്യം വ്യക്തമാണ്. കാരണം സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഉണ്ടാകാറുള്ള തരത്തിലുള്ള സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട വലിയ തരത്തിലെ ചർച്ചകളോ പടലപ്പിണക്കങ്ങളോ കാണാതെ പോയ ഒരു സ്ഥാനാർത്ഥി നിർണ്ണയം എല്ലാ ക്യാമ്പുകളിലും ഉണ്ടായി എന്നുള്ളത് വളരെ ശുഭകരമായ ഒരു കാര്യമാണ്. രണ്ടാമത് മറ്റൊരു കാര്യത്തിലേക്ക് കടക്കുമ്പോൾ വളരെ നേരത്തെ തന്നെ ചിലതൊക്കെ പിടിച്ചടക്കുക അല്ലെങ്കിൽ ചിലതൊക്കെ സ്വന്തമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി NDA മുന്നണി BJP നേതാക്കൾ തന്നെ ഇവിടെ കേരളത്തിലെത്തിയതും പ്രധാനമന്ത്രിയുടെ വരവും 4-5 പ്രാവശ്യമാണ് പ്രധാനമന്ത്രി തന്നെ നേരിട്ടെത്തി റോഡ് ഷോ ഉൾപ്പെടെയുള്ള നടത്തി ഇലക്ഷൻ പ്രചരണം എന്ന രീതിയിൽ തന്നെ അത് മുന്നോട്ട് കൊണ്ടുപോയി. അതേസമയം LDF ആകട്ടെ ഭരണ നേട്ടങ്ങൾ മുന്നോട്ട് കൊണ്ടുവരാൻ ശ്രമം നടത്തുന്നുണ്ടെങ്കിൽ പോലും കേരളീയവും നവകേരള യാത്രയും ഒക്കെ തന്നെ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചുവെങ്കിൽ പോലും തന്നെ ഇതൊക്കെ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെച്ചുവെങ്കിലും എന്നാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി സംസ്ഥാനത്ത് UDFിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ സാധാരണഗതിയിൽ UDF തെരഞ്ഞെടുപ്പിൻ്റെ സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള പടലപ്പിണക്കങ്ങൾ, AI ഗ്രൂപ്പ് വഴക്കുകൾ, അല്ലെങ്കിൽ പ്രാദേശിക പ്രശ്നങ്ങൾ, മതസമവാക്യങ്ങളിലെ ചേർച്ചയില്ലായ്മ തുടങ്ങിയവയൊക്കെ സംസാരിച്ച് വയ്ക്കുന്ന ഒരു പതിവ് UDF ക്യാമ്പുകളിൽ ഉണ്ടാവാറുണ്ട്. എന്നാൽ ഇത്തവണ അതൊന്നും ഉണ്ടാകാതെ എല്ലാ കക്ഷികളിലും വളരെ കൃത്യമായി സ്ഥാനാർത്ഥി നിർണ്ണയം പൂർത്തിയാക്കിയിരിക്കുന്നു എന്നുള്ളത് അവർക്കെല്ലാം തന്നെ ആശ്വാസം പകരുന്ന ഒരു കാര്യമാണ്. അന്തരീക്ഷത്തിലെ ചൂട് കൂടുന്നതിനനുസരിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പ്രചരണത്തിൻ്റെ ചൂടും വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇനിയുള്ള ദിവസങ്ങളിൽ അത് അതിൻ്റെ ഉച്ചസ്ഥായിയിലെത്തും എന്നുള്ളത് നമുക്ക് തള്ളിക്കളയാനുമാകില്ല. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട 1-2 കാര്യങ്ങൾ, ഈ UDFിൻ്റെ സ്ഥാനാർത്ഥി നിർണ്ണയത്തിൻ്റെ അവസാന നാളുകളിൽ കൊണ്ടുവന്ന ചില സർപ്രൈസുകൾ, പ്രത്യേകിച്ചും വടകര നിന്നും K മുരളീധരനെ തൃശ്ശൂരിലേക്കും വടകരയിലേക്ക് ഷാഫി പറമ്പിലേക്ക് കൊണ്ടുവന്നത് LDF കേന്ദ്രങ്ങളിൽ പോലും ചെറിയ ഞെട്ടലുകൾ ഉളവാക്കിയിട്ടുണ്ട്. കാരണം ത്രികോണ മത്സരം നടക്കുന്നു എന്ന് സങ്കല്പിക്കുന്ന തൃശ്ശൂരിലേക്ക് TN പ്രതാപനും ഒപ്പം സുരേഷ് ഗോപിയും തൊട്ടു പിന്നാലെ LDFിന് VS സുനിൽകുമാറുമെല്ലാം എത്തിച്ചേർന്ന ഒരു മത്സരമായിരുന്നുവെങ്കിൽ പോലും ആ മത്സരത്തിൽ നിന്നൊക്കെ ഒരു മാറ്റം വന്നുകൊണ്ട് K മുരളീധരൻ്റെ ഒരു വരവ്, പ്രത്യേകിച്ചും പത്മജ വേണുഗോപാൽ BJPയിലേക്ക് പോയൊരു സാഹചര്യം, അതുമായി ബന്ധപ്പെട്ട് അവിടെ വരാൻ പോകുന്ന ചില വോട്ടുമറിയലുകൾ, ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് കോൺഗ്രസ് നടത്തിയ ആ നീക്കം വളരെ ശ്രദ്ധയോടുകൂടി ആയിരുന്നു എന്ന് തന്നെ നമുക്ക് നോക്കിക്കാണാൻ കഴിയും. രണ്ടാമത്തേത്, വടകര പോലുള്ള ഒരു സ്ഥലത്ത് ഷാഫി പറമ്പിലിനെ പോലെ ഒരു യുവാവിനെ എത്തിച്ചുകൊണ്ട് വലിയൊരു സർപ്രൈസ് സൃഷ്ടിക്കുവാൻ അവിടെ കഴിഞ്ഞു. മൂന്നാമത്, കണ്ണൂരിലുണ്ടായ ഒരു പ്രശ്നം. കണ്ണൂരിൽ ഒരു K സുധാകരൻ ഒരു പിൻഗാമിയെ വേണം എന്നുള്ളൊരാഗ്രഹം K സുധാകരൻ തന്നെ ഉണ്ടായിരുന്നെങ്കിൽ പോലും അവിടുത്തെ DCC പോലും അത് അംഗീകരിച്ചില്ല. അവസാനം K സുധാകരൻ തന്നെ AICCക്ക് മുന്നിൽ കീഴടങ്ങുകയും K സുധാകരൻ മത്സരിക്കാൻ തയ്യാറാവുകയും ചെയ്തു. അങ്ങനെ അത്തരത്തിൽ ചില പ്രശ്നങ്ങൾ, അതായത് കോൺഗ്രസ് ക്യാമ്പുകൾ വളരെയധികം സജീവമായി നടത്തിയ ഒരു സ്ഥാനാർത്ഥി നിർണ്ണയ ചർച്ച കാണുവാൻ കേരള രാഷ്ട്രീയത്തിന് കഴിഞ്ഞു എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. LDF ആകട്ടെ കുറച്ചുകൂടി മാറി ചിന്തിച്ച് വളരെ ശ്രദ്ധയോടുകൂടി നടത്തിയ കരുനീക്കങ്ങൾ, ജില്ലാ സെക്രട്ടറിമാർ, അതുപോലെ തന്നെ നേരത്തെ ഉണ്ടായിരുന്ന MP മാർ, ഇപ്പോൾ MLA മാർ, മന്ത്രി എന്നിവരെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പൊതുജന താല്പര്യം അല്ലെങ്കിൽ രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ആളുകളുടെ ഇടയിൽ ഒരു സ്വീകാര്യത എന്നുള്ളത് കുറച്ചുകൂടെ മെച്ചപ്പെടുത്തിയെടുക്കുക, അതുവഴി പാർലമെൻറ്റിലേക്ക് LDF സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ച്
എംപിമാരെ എത്തിക്കുക എന്നൊരു തന്ത്രം LDF മെനയുകയും ചെയ്തു. ഇവിടെ കൃത്യമായി അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ചില മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട്, പ്രത്യേകിച്ചും ആറ്റിങ്ങൽ അതുപോലെ തന്നെ തൃശ്ശൂർ, ഈ 2 മണ്ഡലങ്ങളിലുമാണ് നേരത്തെ തന്നെ BJP അതിൻ്റെ പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നത്. കാരണം സുരേഷ് ഗോപി വളരെ നേരത്തെ തന്നെ തൃശ്ശൂരെത്തി, തൃശ്ശൂരിൽ പ്രവർത്തനങ്ങൾ നടത്തി, തൃശ്ശൂരിൽ പള്ളികളിലും ക്ഷേത്രങ്ങളിലും ഒക്കെ കയറി ഇറങ്ങി ആളുകളെ കാണുകയും ചർച്ചകൾ നടത്തുകയൊക്കെ ചെയ്തു. അതുപോലെ തന്നെയായിരുന്നു ആറ്റിങ്ങലിലും കേന്ദ്രമന്ത്രി കൂടിയായ V മുരളീധരൻ വളരെ നേരത്തെ എത്തി ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെടുന്നു, ജനകീയ പ്രശ്നങ്ങൾക്ക് വേണ്ടി ചില നീക്കങ്ങൾ നടത്തുന്നു, കേന്ദ്രമന്ത്രിമാരെ ആറ്റിങ്ങലിൽ എത്തിക്കുന്നു. അത്തരത്തിൽ ഒരു വിജയം ഉറപ്പാക്കുക, അല്ലെങ്കിൽ BJPയുടെ സാധ്യത കൂടുതൽ മെച്ചപ്പെടുത്തുക, അല്ലെങ്കിൽ BJPക്ക് കൂടുതൽ വോട്ട് ലഭ്യമാക്കുക തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുവാൻ BJPയും ശ്രമം നടത്തി. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു രാഷ്ട്രീയ കാര്യം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രധാനമന്ത്രി മോദി കേരളത്തിലെത്തുമ്പോൾ ചർച്ച ചെയ്തിരുന്ന ദേശീയ രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് അദ്ദേഹം വളരെ ശ്രദ്ധയോടുകൂടി നടത്തിയ ചില നീക്കങ്ങളുണ്ട്. പത്തനംതിട്ടയിൽ നടത്തിയ ആ പ്രസംഗത്തിന് നമുക്കെടുക്കാം. ശരണം വിളിച്ചുകൊണ്ടും ശബരിമല മന്ത്രങ്ങൾ ഉച്ചരിച്ചുകൊണ്ടും ഒക്കെ തുടങ്ങിയ അവിടെയും ഈരാറ്റുപേട്ടയിലെ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ പൂഞ്ഞാറിലൊക്കെ ഉണ്ടായ പള്ളിയിലുണ്ടായ ആ പ്രശ്നങ്ങളൊക്കെ കൃത്യമായി അത് പറഞ്ഞു വയ്ക്കുവാൻ മോദിക്ക് കഴിഞ്ഞു. അത്തരത്തിൽ കേരളത്തിലെ ചെറിയ രാഷ്ട്രീയ പ്രശ്നങ്ങളെപ്പോലും ആളുകളുടെ മുമ്പിലേക്ക് കൊണ്ട് ആ പ്രശ്നങ്ങളെ കൃത്യമായും അത് എങ്ങനെയാണ് അടുത്ത് ബാധിക്കാൻ പോകുന്ന തരത്തിൽ ആളുകളിലേക്ക് പറഞ്ഞ് പഠിപ്പിക്കുവാൻ മോദിയെപ്പോലുള്ള പ്രധാനമന്ത്രിക്ക് അല്ലെങ്കിൽ ദേശീയ നേതാവിന് കഴിഞ്ഞു എന്നുള്ളത് BJP ഒരു നേട്ടമായിട്ട് കാണുന്നു. BJP എല്ലാ സീറ്റുകളിലും മത്സരിക്കുന്നുണ്ട് എന്നല്ല അതിൻ്റെ പ്രത്യേകത. പക്ഷേ BJPക്ക് സാധ്യതയുള്ള മണ്ഡലങ്ങളിലൊക്കെ അവർ നടത്തിയ നീക്കങ്ങൾ, ഇനി നടത്താൻ പോകുന്ന നീക്കങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ UDFും LDFും നോക്കിക്കാണണം എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, മറ്റൊരു തരത്തിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ LDFിൻ്റെ നീക്കങ്ങൾ, LDFിൻ്റെ വരാൻ പോകുന്ന പ്രചരണ ആയുധങ്ങൾ കഴിഞ്ഞ 2 ടേമായി കേരളത്തിൽ നടത്തുന്ന ഭരണവും വികസന പ്രവർത്തനങ്ങളും ഒക്കെ ആയിരിക്കും. ഇന്ന് തന്നെ ചില രാഷ്ട്രീയ നേതാക്കളുമായി സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ദേശീയ രാഷ്ട്രീയത്തിനും അപ്പുറത്തേക്ക് സംസ്ഥാന രാഷ്ട്രീയത്തിനെയാണ് CPM കേരളത്തിൽ നോക്കിക്കാണുന്നത് എന്നുള്ളത്. കാരണം കേരളത്തിലെ ആ ഭരണത്തുടർച്ചയുടെ ഫലമായി ഉണ്ടായിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ, ആ വികസന പ്രവർത്തനങ്ങൾ എന്തുമാത്രം ജനങ്ങൾ ഉൾക്കൊണ്ടു, ഇത്തരം കാര്യങ്ങളൊക്കെ വോട്ടായി മാറുമെന്ന ഒരു വലിയ പ്രതീക്ഷയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും സംഘത്തിനും ഉള്ളത്. അതുപോലെ തന്നെ CPIയും അത്തരത്തിൽ തന്നെ ഉള്ള പ്രതീക്ഷ വെച്ചു പുലർത്തുന്നു. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ദേശീയ രാഷ്ട്രീയത്തിൽ ഇന്ത്യ സഖ്യത്തിൽ അംഗമായ CPMും കോൺഗ്രസും കേരളത്തിൽ ചേരിതിരിഞ്ഞ് മത്സരിക്കുന്നു എന്നുള്ളതും, പിന്നീട് ചിലപ്പോഴൊക്കെ വയനാട് കേന്ദ്രീകരിച്ച് വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കാൻ വരുന്നതിനെ കുറിച്ചുമൊക്കെ രാഷ്ട്രീയകരണം വലിയ ആകാംക്ഷയിൽ തന്നെയാണ് ഉള്ളത്. പ്രത്യേകിച്ചും LDFിനെ സംബന്ധിച്ചാണെങ്കിൽ അവരുടെ ഈ സംസ്ഥാന സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടിയുള്ള വലിയ രീതിയിലുള്ള പ്രചരണം, അതോടൊപ്പം തന്നെ കേന്ദ്ര വിരുദ്ധ വികാരം ആളിക്കത്തിക്കുക എന്നുള്ളൊരു തന്ത്രമാണ് സ്വീകരിച്ചത്. ഇപ്പോൾ സമീപകാലത്തായി ഉയർന്നു വന്നിരിക്കുന്ന ഈ CAA വിരുദ്ധ പ്രക്ഷോഭത്തിൽ ആർക്കാണ് മേൽക്കൈ, BJP എതിർക്കുന്നതിൽ ആർക്കാണ് മേൽക്കൈ എന്നുള്ള ഒരു മത്സരമാണ് LDFും UDFും തമ്മിൽ നടക്കുന്നത്. ആ രീതിയിൽ ന്യൂനപക്ഷ വോട്ടുകളെ കേന്ദ്രീകരിച്ചുള്ള ഒരു പ്രചരണം, ആ രീതിയിലുള്ള പ്രചരണ തന്ത്രമല്ല ഇപ്പോൾ സംസ്ഥാനത്ത് പ്രകടമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. ലിബിഷ്, അങ്ങനെ തന്നെ നമുക്കത് പറയാൻ കഴിയും. CAA അവിടെ പ്രഖ്യാപനം, അല്ലെങ്കിൽ ആ വിജ്ഞാപനം വന്നതോടുകൂടി തന്നെ 2 ക്യാമ്പുകളും വളരെ വ്യത്യസ്തമായ രീതിയിലേക്ക് മാറി. ആളുകളുടെ ഇടയിലേക്ക് അതുമായി ബന്ധപ്പെട്ട പ്രചരണങ്ങൾ, അല്ലെങ്കിൽ ഈ പൗരത്വ നിയമ ഭേദഗതി ബില്ലും അതിൻ്റെ വിജ്ഞാപനവും വരുത്താൻ പോകുന്ന പ്രത്യാഘാതങ്ങളെ വളരെ ഭംഗിയായി അവതരിപ്പിക്കുവാൻ LDFും, എന്നാൽ LDFിൽ ചില സമയങ്ങളിലൊക്കെ LDF പറഞ്ഞു വയ്ക്കുന്ന, അല്ലെങ്കിൽ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഒരു പത്രസമ്മേളനം വിളിച്ചുകൊണ്ടാണ് വരാൻ പോകുന്ന സമയങ്ങൾ തീർച്ചയായിട്ടും ഇപ്പോൾ കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, രാജ്യം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന പ്രഖ്യാപനത്തിന് ഇനി മിനിറ്റുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. UDF എല്ലാ തരത്തിലും ഒരുങ്ങിക്കഴിഞ്ഞോ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏത് നിമിഷത്തിൽ തെരഞ്ഞെടുപ്പ് വന്നാലും ഞങ്ങൾ അതിനെ നേരിടുന്നു. ഞങ്ങൾ അതിനുള്ള ഒരുക്കങ്ങളും നേരത്തെ തന്നെ പറഞ്ഞതാണ്. ഞങ്ങൾ ഇപ്പോൾ ഇതിനു വേണ്ടി യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ വിസിലടിക്കാൻ കാത്തിരിക്കുകയാണ്. ഞങ്ങൾ എന്ന് തെരഞ്ഞെടുപ്പ് വന്നാലും ഞങ്ങൾ അതിനെ നേരിടുന്നതിന് വേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടന്നുകൊണ്ടേയിരിക്കുന്നു. ഇപ്പൊ ഏറെക്കുറെ പൂർത്തിയായിട്ടു. ശ്രീ തിരുവഞ്ചൂർ,
ഏതൊക്കെ രീതിയിലുള്ള ഒരു രാഷ്ട്രീയ തന്ത്രമാണ് UDFന്റെ മനസ്സിലുള്ളത്? പ്രത്യേകിച്ചും ഇപ്പോൾ CAA വിരുദ്ധ പ്രക്ഷോഭമൊക്കെ ആളിക്കത്തുന്ന ഒരു സമയത്താണ് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഒന്ന്, ദേശീയ തലത്തിലുള്ള പ്രശ്നങ്ങൾ, അതിലെ CAA തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇഷ്യൂ. പൗരത്വ പ്രശ്നം ഈ ഇന്ത്യയിൽ കത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അത് സ്വാഭാവികമായിട്ട് തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ ആയിട്ട് ഉയർത്തുവരുമെന്ന് ഞങ്ങൾക്കറിയാം. അതോടൊപ്പം തന്നെ മതവിഭജനത്തിന് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന നടപടികൾ ഞങ്ങൾ അതിനോട് യോജിക്കുന്നില്ല. കാരണം ഭാരതത്തിന്റെ ഭരണഘടന പോലും പറയുന്നത് ഏകോദര സഹോദരങ്ങളെ പോലെ സുരക്ഷയുമായി മുന്നോട്ട് പോകുന്നതിന് വേണ്ടി ശ്രമിക്കണം എന്നറിയാം. അപ്പൊ അതുകൊണ്ട് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വിരുദ്ധമായി, രാഷ്ട്രീയ പ്രിൻസിപ്പിൾസിന് വിരുദ്ധമായി ഒരു നിലപാട് ഒരു രാഷ്ട്രീയ കക്ഷി അധികാരം കിട്ടി എന്നുള്ളതിന്റെ മാത്രം കഴിഞ്ഞ 10 കൊല്ലമായി നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഞങ്ങൾ അതിനോട് യോജിക്കുന്നതേയില്ല. അതോടൊപ്പം നാട്ടിലെ ജനങ്ങൾക്ക് ജോലി കൊടുക്കുമെന്ന് പറഞ്ഞു 2 കോടി ആളുകൾക്കാണ് ഒരു വർഷം ജോലി കൊടുക്കുമെന്ന് പറഞ്ഞത്, അതൊക്കെ വെറും വെള്ളത്തിലെ വരയായി നിൽക്കുകയാണ്. ഈ തെറ്റായ പ്രവർത്തനങ്ങളെല്ലാം ജനങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരണം. ഇങ്ങനെ രാഷ്ട്രീയ രംഗത്തെ ഭാഗ്യാന്വേഷികൾ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ വിളിച്ചു പറയുന്ന കാര്യങ്ങൾ യഥാർത്ഥത്തിൽ നീതി പുലർത്തുന്നതിന് വേണ്ടി അവർ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ആക്ഷേപം. അതുകൊണ്ട് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ നല്ല ഭൂരിപക്ഷത്തോടു കൂടി ജയിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കില്ല. ശ്രീ തിരുവഞ്ചൂർ, ഒരൊറ്റ കാര്യം കൂടി. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്താണ് ഈ കോൺഗ്രസിൽ നിന്നുള്ള കൊഴിഞ്ഞുപോക്കൊക്കെ. പത്മജ വേണുഗോപാലിനെ പോലെ ലീഡർ K കരുണാകരന്റെ മകൾ തന്നെ പാർട്ടി വിട്ടുപോകുന്ന ഒരു സാഹചര്യം. തിരുവനന്തപുരത്തൊക്കെ നിരവധി പ്രാദേശിക നേതാക്കൾ പാർട്ടി വിടുന്നു. എങ്ങനെയാണ് ഈ ഒരു സാഹചര്യത്തെ കോൺഗ്രസ് അഭിസംബോധന ചെയ്യുന്നത്? ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, രാജ്യത്തെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ നിമിഷം വരുമ്പോ അവിടുന്ന് അഭിമന്യുവിനെ പോലെ ഓടി ഒളിക്കുന്ന ആളുകളെ കുറിച്ച് നമുക്ക് എന്ത് പ്രതിഫലമുണ്ടാവില്ല. അത് അവരുടേതായ ഇടം നോക്കുകയാണ്. അവർക്ക് അവരുടെ താല്പര്യങ്ങളാണ് രാജ്യ താല്പര്യത്തെക്കാൾ വലുത്. അവർക്ക് എന്ത് സ്ഥാനം കിട്ടി എന്നുള്ളതാണ് അവരുടെ ചിന്ത. അങ്ങനെ തെരഞ്ഞെടുപ്പിന് വേണ്ടി സ്ഥാനം കിട്ടും എന്നുള്ള കാര്യത്തിൽ എന്ന നിലപാടെടുത്തുകൊണ്ട് ആർക്കെങ്കിലും നിൽക്കാൻ പറ്റുമോ? അതുകൊണ്ട് അവരുടെ വഴിക്ക് പോകട്ടെ. ഏത് തെരഞ്ഞെടുപ്പിന് തൊട്ടുകൊണ്ട് ഇതുപോലുള്ള ചില ആളുകൾ വരും. അവർ ബാർഗെയിൻ ചെയ്യാൻ വേണ്ടി ഇതുപോലുള്ള നടപടികളും എടുക്കും. അവരെ സ്വീകരിച്ച് ആനയിക്കുന്ന ചില കക്ഷികളും ഉണ്ടാകാം. ഞങ്ങൾ ഇതിലൊന്നും കുലുങ്ങുന്ന പ്രശ്നമേ ഇല്ല. ഈ സ്റ്റീം റോളർ നന്നായിട്ട് തന്നെ മുന്നോട്ട് പോകും. ഞങ്ങൾക്ക് നല്ല ഭൂരിപക്ഷം കിട്ടും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. നന്ദി ശ്രീ തിരുവഞ്ചൂർ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. ബിനോയ് തുടരുന്നുണ്ട്. ബിനോയ്, തിരുവഞ്ചൂർ വലിയ ആത്മവിശ്വാസമൊക്കെ പ്രകടിപ്പിക്കുന്നുണ്ട്. പാർട്ടി വിട്ടുപോയ ആളുകളൊന്നും ആ രീതിയിലൊന്നും ഈ മുന്നണിയുടെ സാധ്യതകളെ ബാധിക്കില്ല എന്നൊക്കെ. പക്ഷേ ഈ തിരുവനന്തപുരം പോലുള്ള സ്ഥലങ്ങളിലൊക്കെ നിരവധി നേതാക്കൾ, പ്രാദേശിക തലങ്ങളിലൊക്കെ പലരും പാർട്ടി വിട്ടു പോകുന്ന ഒരു അവസ്ഥയുണ്ടായി. കോൺഗ്രസ് ആ സാഹചര്യത്തെ അതിജീവിക്കുന്ന ഒരു ഘട്ടമുണ്ടോ ഇപ്പോൾ? കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് ഇപ്പോൾ നേരത്തെ ശ്രീ തിരുവഞ്ചൂർ പറഞ്ഞു വെച്ചതുപോലെ തന്നെ വലിയ ആത്മവിശ്വാസത്തിലാണ്. എന്നാൽ ആ ആത്മവിശ്വാസത്തിന് ചെറിയ തരത്തിലെങ്കിലും തട്ടുകേടുണ്ടാക്കുന്ന തരത്തിലുള്ള ചില കൊഴിഞ്ഞുപോക്കുകളും ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ചും തൃശ്ശൂരിൽ തന്നെ പത്മജ വേണുഗോപാൽ, പ്രത്യേകിച്ചും കോൺഗ്രസിൻ്റെ ഒരു മുൻ മുഖ്യമന്ത്രിയുടെ മകൾ എന്ന നിലയ്ക്ക് അവർ BJPയിലേക്ക് പോയത്. അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ മറ്റൊരു നേതാവായ AK ആൻ്റണിയുടെ മകൻ അനിൽ ആൻ്റണി ഇപ്പോൾ പത്തനംതിട്ടയിൽ മത്സരിക്കുന്നത്. ഇതൊക്കെ തന്നെ കൃത്യമായ ഒരു പാർട്ടിക്കകത്ത് നിലനിന്നിരുന്ന ചില പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ അത് കൃത്യമായി പറഞ്ഞു തീർക്കേണ്ട ചില പ്രശ്നങ്ങൾ, അത് യഥാസമയങ്ങളിൽ പറഞ്ഞു തീർക്കാതെ വന്നപ്പോഴുണ്ടായ കാര്യങ്ങളാണ് പിന്നീട് ഈ കൊഴിഞ്ഞുപോക്കിന് വഴിവെച്ചത്. എന്നാൽ ഈ കൊഴിഞ്ഞുപോക്കുകൾ കാര്യമായി പാർട്ടിയെ ബാധിക്കില്ല എന്ന് നേതാക്കൾ പറയുമ്പോഴും ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ചും തൃശ്ശൂർ പോലുള്ള മേഖലകളിൽ K മുരളീധരന് വലിയ സ്വാധീനമുണ്ട് എങ്കിൽ പോലും പത്മജയുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ പത്മജ വേണുഗോപാലിൻ്റെ സമീപത്തായ, അല്ലെങ്കിൽ അവരുമായി താല്പര്യമുള്ള, അവർക്ക് ചില പിടിപാടുകളുള്ള, അവർക്ക് ചില ബന്ധങ്ങളുള്ള ചില കേന്ദ്രങ്ങളുണ്ട്. ആ കേന്ദ്രങ്ങളുടെ വോട്ടുകൾ നിർണായകം തന്നെയാണ്. അത് 1-2 പാർലമെൻറ്റ് മണ്ഡലങ്ങളിൽ ഇത്തരത്തിൽ നിർണായകമായ വോട്ടുകൾ അല്ലെങ്കിൽ വോട്ടിംഗ് കേന്ദ്രങ്ങൾ ഉണ്ടാകും എങ്കിൽ പോലും മറ്റു തരത്തിൽ കോൺഗ്രസ്സിന് വലിയ തരത്തിൽ കേടുണ്ടാകില്ല എന്നാണ് നേതാക്കൾ പറയുന്നത്. എന്നാൽ അവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തുണ്ടായ വീഴ്ചകളെ, പ്രത്യേകിച്ചും നവകേരള യാത്രയും കേരളീയവും ഒക്കെ ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ, തൊട്ടു പിന്നാലെ സാമൂഹ്യക്ഷേമ പെൻഷൻ വൈകിയ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ശമ്പളം വൈകിയ പ്രശ്നങ്ങൾ, ഇത്തരം കാര്യങ്ങളെ കൃത്യമായി അതിനെ ഒരു ആളുകളിൽ
പ്രതിപക്ഷം എന്ന നിലയ്ക്ക് ആളുകളിൽ എത്തിക്കാനോ അതിനെ കൃത്യമായ സമയത്ത് പ്രതികരിക്കാനോ UDF-നോ കോൺഗ്രസിനോ കഴിഞ്ഞില്ല എന്നൊരു വിലയിരുത്തൽ കോൺഗ്രസിനകത്ത് തന്നെ ഉണ്ട്. അത് പലപ്പോഴും രാഷ്ട്രീയകാര്യ സമിതിയിലും അവരുടെ KPCC യോഗങ്ങളിലുമൊക്കെ ഇത്തരം കാര്യങ്ങൾ ഒളിഞ്ഞും തെളിഞ്ഞും പൊന്തി വരാറുമുണ്ട്. എന്നാൽ ഇവിടെ മറ്റൊരു കാര്യം നമ്മളെപ്പോഴും പറയാറുണ്ട്, കോൺഗ്രസ് ഒരു ആൾക്കൂട്ടമല്ല. അത് തിരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും അതൊരു എണ്ണയിട്ട യന്ത്രം കണക്ക് ഒരുമിച്ച് ചേർന്ന് വരും, പിന്നീട് അവരിങ്ങനെ ഒരുമിച്ച് നിൽക്കും, വോട്ടായി മാറും എന്നുള്ളത്. അതൊരു പഴയകാല ചരിത്രമാകുമോ അതോ കോൺഗ്രസിന് എന്തെങ്കിലും നഷ്ടമുണ്ടാകുമോ എന്നുള്ള കാര്യമൊക്കെ ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ കഴിയുള്ളൂ. കാരണം ഈ നമുക്ക് എന്തായാലും ആ തെരഞ്ഞെടുപ്പ് തീയതിയിലേക്ക്, ആ പ്രഖ്യാപനത്തിലേക്ക് തന്നെ ആകാംക്ഷയോടെ തന്നെ കാത്തിരിക്കുകയാണ് രാജ്യം. നിതിൻ പ്രഭാകരൻ തുടരുന്നുണ്ട്. നിതിൻ, അറിയേണ്ട ചില കാര്യങ്ങൾ, ഈ എത്ര ഘട്ടങ്ങളിലായിട്ടായിരിക്കും തെരഞ്ഞെടുപ്പ്, അതുപോലെ വോട്ടെണ്ണൽ എന്നാണ്, കേരളത്തിലെ തെരഞ്ഞെടുപ്പ് തീയതി എന്നാണ് എന്നുള്ള കാര്യങ്ങളിലൊക്കെയാണ് ഒരു വ്യക്തത വരേണ്ടത്. ഇക്കാര്യത്തിലൊക്കെ എന്തെങ്കിലും ഒരു സൂചനകൾ ലഭിക്കുന്നുണ്ടോ? ലിബീഷ്, കഴിഞ്ഞ തവണ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് 7 ഘട്ടങ്ങളിലായിട്ടാണ് നടത്തിയത്. എന്നാൽ ഇത്തവണ ഒരുപക്ഷെ 5 ഘട്ടങ്ങളിലായി തെരഞ്ഞെടുപ്പ് നടക്കും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇത് ഒരു വിശ്വസനീയ വിവരമായി നമുക്ക് പങ്കുവെക്കാൻ കഴിയില്ലെങ്കിലും 5 ഘട്ടമായി തെരഞ്ഞെടുപ്പ് നടക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ മെയ് 2ാം വാരത്തിലായിരിക്കും ഫലപ്രഖ്യാപനം ഉണ്ടാവുക എന്നും അറിയാൻ സാധിക്കുന്നു. കഴിഞ്ഞ തവണ മെയ് 19-നാണ് വോട്ടെണ്ണൽ നടന്നത്. സമാന അവസ്ഥയിൽ തന്നെ ഇത്തവണ മെയ് 2ാം വാരത്തിൽ തന്നെ ഫലപ്രഖ്യാപനം ഉണ്ടാവും. മെയ് 30-ന് പുതിയ സർക്കാർ അധികാരം ഏറ്റെടുക്കുന്ന രൂപത്തിലുള്ള നീക്കങ്ങളായിരിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്നും നടക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടൊപ്പം 4 സംസ്ഥാനങ്ങളിലേക്കുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി ഇന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിക്കാൻ പോവുകയാണ്. അതോടൊപ്പം ഒരുപക്ഷെ ജമ്മു കാശ്മീരിലെ തെരഞ്ഞെടുപ്പ് തീയതിയും ഇന്ന് പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇത് സംബന്ധിച്ച ഒരു സൂചനയും ആകാംക്ഷയോടെ, ഒരു മിനിറ്റുകൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. രാജ്യം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന തെരഞ്ഞെടുപ്പ് തീയതിയുടെ പ്രഖ്യാപനത്തിലേക്ക് മിനിറ്റുകളുടെ ദൂരം മാത്രമാണുള്ളത്. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം വേഗം തിരിച്ചെത്താം.